ഹലോ, നമുക്കിന്ന് നല്ലൊരു കണവത്തോരനായാലോ? നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ടേസ്റ്റിനെ കാട്ടി വീട്ടിൽ തന്നെ വളരെ നാടൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കണവത്തോരൻ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം കണവയെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കണവ കഴുകി വൃത്തിയാക്കാൻ വളരെ സിമ്പിളാണ്. കണവയുടെ പുറത്തുള്ള നൂല് പോലുള്ള സംഭവമൊക്കെ കളഞ്ഞ് പിന്നെ ഒരു മഷി പോലുള്ളൊരു കറുത്ത മഷി പോലുള്ളൊരു സംഭവമുണ്ട്, അതെടുക്കാനാണ് ശരി. അത് കലങ്ങാതെ തന്നെ എടുക്കണം. കഴുകി വൃത്തിയാക്കിയ കണവയെ നമുക്ക് നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണവത്തോരൻ. കാരണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കും. ചിലർ ചായക്കൊപ്പമൊക്കെ കഴിക്കും എന്നൊക്കെ പറയും. പക്ഷേ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കണവത്തോരൻ. ഞാൻ എപ്പോഴും നല്ല ഫ്രഷ് കണവ കണ്ടാൽ മേടിക്കും. ഈ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത കണവയിൽ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മസാല കണവയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യണം. പിന്നെ നമുക്കിതിനൊരു അരപ്പ് വേണമല്ലോ. അതിന് 1 കപ്പ് തേങ്ങ വേണേ. 1 കപ്പ് തേങ്ങ, അതുപോലെ കുരുമുളക്, പെരുംജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, അതുപോലെ ഒരു കൈക്കുമ്പിൾ നിറച്ച് കൊച്ചുള്ളിയും കൂടെ വേണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അടിഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അടുത്ത നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണേ. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ കണവത്തോരനൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതിനുശേഷം കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഈ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കണവയുണ്ടല്ലോ, കണവയും കൂടെ ചേർത്ത് അതിൽ വെള്ളം ഉണ്ടാവും. വെള്ളം ഇങ്ങനെ വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കുറച്ച് കഴിഞ്ഞൊന്ന് അടപ്പിട്ട് അടച്ചു കൊടുക്കുക. വെള്ളമൊക്കെ വറ്റി ഒരു ക്രിസ്പി പരുവാകും. അപ്പം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പൊക്കെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് കൈയിളക്കാതെ ഈ അരപ്പും ഈ മസാലയിൽ നല്ലപോലെ ഈ കണവയിൽ നല്ലപോലെ ഈ മസാല വഴറ്റണം. കണവയിൽ നല്ലപോലെ പിടിക്കണം ഈ മസാലയൊക്കെ. കറിവേപ്പില എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലതാണ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി, അതുപോലെ തന്നെ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ഒരു ക്രിസ്പി പരുവാകും. തേങ്ങയൊക്കെ മൂത്തൊരു പരുവായിട്ട് വരും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായ ഹോട്ടൽ ടേസ്റ്റിനെക്കാട്ടി രുചിയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ കണവത്തോര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ടാറ്റ.